ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രാത്രിയായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. വെറുതെ പോയതൊന്നുമല്ല, ഈ തണുപ്പത്ത് വെറുതെ ഒന്നും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പുറത്തൊന്നും പോയില്ല. ഏട്ടൻ വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാട്ടോ വാങ്ങാറ്. അപ്പം ഇവിടുന്ന് വലിയൊരു സബ്ജി മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ടാണ് വാങ്ങാറ് സാധാരണ. അവിടെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും. അല്ലാതെ നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒന്ന് വണ്ടീൻ്റെ അകത്തുണ്ടാവും, പക്ഷേ അതിന് ഒത്തിരി വില കൂടുതലായിരിക്കും. അവിടെ തന്നെ കാട്ടും ഓരോരോ സാധനത്തിനും 10-20 രൂപയൊക്കെ അവർ കൂട്ടിയിട്ടാണ് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് വാങ്ങിക്കും. പിന്നെ ഇവിടെ മുക്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാവും കേട്ടോ. ഹോസ്പിറ്റലല്ല, ചെറിയ ക്ലിനിക്ക്. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഒരു വിലയില്ല. സാധാരണ ഇവിടുത്തെ അത്രയും നമ്മളെ റോഡ് സൈഡിലൊക്കെ ഒത്തിരി പേരുണ്ടാവും താമസിക്കുന്നത്. അവിടെ ദാർപ്പായൊക്കെ വളച്ച് കെട്ടിയിട്ടൊക്കെ അവരൊക്കെ മാത്രമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. ബാക്കി ഒരാൾ പോലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറില്ല കേട്ടോ. ഇവിടെ എല്ലാം ചെറിയ ക്ലിനിക്ക് ഉണ്ട്. ചെറിയ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ പ്രസവവും പിന്നെ എന്താ പറയുക ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ നടക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ പശുവിനെ കൊണ്ടൊരു കളിയാണ് കേട്ടോ. എന്ന് വെച്ച് പാലിന് ഒത്തിരി റേറ്റൊന്നും കുറവില്ല കേട്ടോ. നമ്മളെ നാട്ടിനെക്കാട്ടും കൂടുതലാണ് പാലിന് റേറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പശു എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. രാത്രിയും പകലൊന്നുമില്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ പാല് കറക്കാൻ നേരറ്റാനാണ് തോന്നുന്നത് വീട്ടിലേക്ക് പോവാം. പക്ഷേ പാലിനും തൈരിനും മോരിനും ഒക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിലേക്ക് പോകാം. ഇതൊക്കെ ഇവിടെ ഉള്ളവരെ വീടാണ് കേട്ടോ. കുഞ്ഞു വീടാണ്. ഈ ഒരു വീട്ടിൽ 9-10 ആളൊക്കെ താമസിക്കുന്നുണ്ടാവും. നമ്മുടെ അടുക്കളയും കിടക്കുന്ന റൂമും ഒക്കെ ഒറ്റൊരു മുറി അതായിരിക്കും ഉണ്ടാവുക. അവിടെയാണ് എത്ര ആൾ താമസിക്കുക കേട്ടോ. പക്ഷേ എങ്കിൽ അതിന് ഭയങ്കര വൃത്തിയാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ഇവിടെ അപ്പം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴയത്ത്. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പാല് വാങ്ങിക്കാൻ. അപ്പോൾ അവരെ വീട് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ചെറിയ വീടാണെങ്കിൽ കൂടെ നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പച്ചക്കറി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ വില പേശിയിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ. ഉള്ള അതേ റേറ്റിന് തന്നെ കിട്ടും. ഉള്ളിക്ക് 80 രൂപ അങ്ങനെ. ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. കുറച്ച് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു 400 രൂപയൊക്കെ വേണം നമുക്ക് എല്ലാ പച്ചക്കറിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയുള്ളി, അതേപോലെ വെളിച്ചെണ്ണ, പിന്നെ നമ്മളെ നാട്ടിലെല്ലാം ഇവിടെ കിട്ടും. പക്ഷേങ്കിൽ അവരിങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ കൊണ്ട് നാട്ടിലുള്ളതിനെക്കാട്ടും കുറച്ച് വില അധികം വാങ്ങും കേട്ടോ. വെള്ളരി, കുമ്പളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ കൂർക്ക വന്നിട്ടുണ്ടായിരുന്നു. കൂർക്കയൊക്കെ വാങ്ങിയിട്ട് പോയിട്ടോ. ഈ ഒരു ബിൽഡിങ് ഞങ്ങളിവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 കൊല്ലമായി, ഒരു കൊല്ലം ഇവിടെ. അപ്പോൾ വന്ന ടൈമിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ തുടങ്ങുന്നുള്ളായിരുന്നു കേട്ടോ പണി. ഇപ്പം പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ബിൽഡിംഗ് ആണ്. ഞങ്ങൾ ടൗണിലേക്കാണ് കേട്ടോ, ഗ്രാമത്തിലല്ല ഉള്ളത്. ഇവിടുത്തെ ഗ്രാമം കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് പോകും. പക്ഷേ എങ്കിൽ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞങ്ങളിവിടെ ടൗണിൽ തന്നെയാണ് കൊണ്ട് ഫുള്ള് ബിൽഡിങ്ങാണ്, വേറെ സംഭവങ്ങളൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ കേരള ഹോട്ടലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോത്തും അതേപോലെ തന്നെ പൊറോട്ട ബിരിയാണിയൊക്കെ കിട്ടും. ഇവിടെ മറ്റേ പോത്ത് കഴിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ പറയരുത്. അതിൻ്റെ മറ്റേ പേരും പറയരുത് കേട്ടോ. പോത്ത് മലയാളത്തിലെ മാത്രമേ പറയാവൂ. അങ്ങനെ ഇപ്പം ഞങ്ങൾ അപ്പുറവും ആയിട്ടിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊന്നും അറിയില്ല നമ്മളത് കഴിക്കുന്നുണ്ടെന്ന്. കഴിക്കുന്നവർ പിന്നെ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും നമ്മളത് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി.